ഇവിടെ നടന്നിരിക്കുന്നത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ്. ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഒരു സ്ത്രീക്ക് വീടിനകത്തും പുറത്തും അവൾ പുരുഷന് നൽകുന്ന ബഹുമാനം അതേ അളവിൽ തിരിച്ചു കിട്ടാനുള്ള അർഹതയുണ്ട്. ആ ഒരു സന്ദേശമാണ് ഞാനിവിടെ എല്ലാവരെയും അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്. 2017 ഫെബ്രുവരി 19 ആക്രമിക്കപ്പെട്ട നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ എറണാകുളം ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ സിനിമാ മേഖല ഒത്തുകൂടിയപ്പോൾ കേട്ടതിൽ വെച്ച് ഹസ്സുമെങ്കിലും ഏറ്റവും ശക്തമായ വാക്കുകൾ വന്നത് മഞ്ജു വാര്യരിൽ നിന്നായിരുന്നു. ഇന്ന് അതേ കേസിന്റെ വിധി പ്രസ്താവന ദിനത്തിൽ കുറ്റവിമുക്തനാക്കപ്പെട്ട ശേഷം ദിലീപ് നടത്തിയ പ്രതികരണത്തിൽ ദർബാർ ഹാൾ ഗ്രൗണ്ടിലെ മഞ്ജുവിന്റെ വാക്കുകളെ തനിക്കെതിരായ ഗൂഢാലോചനയാക്കി അയാൾ ചിത്രീകരിച്ചിരിക്കുന്നു. താനായിരുന്നു യഥാർത്ഥ ഇരയെന്ന് പറഞ്ഞു വെച്ചു. ഈ കേസിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ട്. ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞിടത്തു നിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത് എന്നായിരുന്നു നടന്റെ വാക്കുകൾ. ഒരു പോലീസ് ഉദ്യോഗസ്ഥയും ഒരു ക്രിമിനലും ചേർന്ന് പിന്നീടുണ്ടാക്കിയ കള്ളക്കഥയാണ് ശേഷം കണ്ടതെന്നാണ് അയാളുടെ വാദം. സഹപ്രവർത്തകയായ പെൺകുട്ടിക്ക് ദുരനുഭവം ഉണ്ടായതിന് ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു സിനിമാ ലോകം അവൾക്ക് പിന്തുണയുമായി ഒത്തുകൂടിയത്. പലരും വന്ന് സംസാരിച്ചു, വികാരം കൊണ്ടു, ആവേശം കൊണ്ടു, കണ്ണീരൊഴുക്കി, കയ്യടി വാങ്ങി. പക്ഷേ മഞ്ജുവിന്റെ വാക്കുകളാണ് കേസിന്റെ മറ്റൊരു വശം തുറന്നു കാട്ടിയത്. മഞ്ജു മാത്രമാണ് അന്ന് ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് പറഞ്ഞത്. ആയിരിക്കാമെന്ന സംശയമല്ല അവർ ഉയർത്തിയത്, മറിച്ച് മലയാള സിനിമാ ലോകം ഭരിക്കുന്നവരുടെയും ചാനൽ ക്യാമറകളുടെയും മധ്യത്തിൽ, പൊതുജന മധ്യത്തിൽ തല ഉയർത്തിപ്പിടിച്ച നിശ്ചയദാർഢ്യത്തോടെയാണ് ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് മഞ്ജു വാര്യർ പറഞ്ഞത്. ഒരു സ്ത്രീക്ക് വീടിനകത്തും പുറത്തും പുരുഷന് നൽകുന്ന ബഹുമാനം അതേ അളവിൽ തിരിച്ചു കിട്ടാനുള്ള അർഹതയുണ്ടെന്നുകൂടി മഞ്ജു അന്നത്തെ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. അതൊരു ഓർമ്മപ്പെടുത്തലായിരുന്നു. 100 കണക്കിന് മലയാള ചലച്ചിത്ര നടികളിൽ ഒരാൾ മാത്രമാണ് മഞ്ജു വാര്യർ. ഇൻഡസ്ട്രിയിൽ സ്വാധീനമുണ്ടായിരുന്ന എത്രയോ നടികൾ അവരുടെ മുൻഗാമികളായി ഉണ്ടായിരുന്നു. പക്ഷേ ഒരു സ്ത്രീയുടെ കരുത്തിൽ മലയാള സിനിമയുടെ ആൺഗരിമയ്ക്ക് മുന്നിൽ നിന്ന് ശബ്ദമുറച്ചു പറയാൻ ഒരു മഞ്ജു വാര്യരെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു നടി എന്ന നിലയിൽ മാത്രമല്ല, ഒരു സ്ത്രീ എന്ന നിലയിൽ കൂടി അവർക്ക് പകർന്നു കിട്ടിയ അനുഭവങ്ങളായിരിക്കണം അതിന് കരുത്തായത്. ദർബാർ ഹാൾ ഗ്രൗണ്ടിലെ ആവേശത്തിനപ്പുറത്തേക്ക് ഒന്നും നടക്കാൻ പോകുന്നില്ലെന്ന തിരിച്ചറിവ് മഞ്ജുവിനെ പോലെ ചിലർ ആ ചടങ്ങിന് മുന്നേ തിരിച്ചറിഞ്ഞിരിക്കണം. ആ തിരിച്ചറിവാണ് വിമൻ ഇൻ സിനിമ കളക്റ്റീവ്. അവർക്കൊപ്പം ഞങ്ങളുണ്ട് എന്ന് വ്യക്തമാക്കി ഒരു കൂട്ടം സ്ത്രീകൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മഞ്ജുവിനെ പോലുള്ളവർ പകർന്നു നൽകിയ പാഠങ്ങളിൽ നിന്നാകണം. നാളെ ഏതൊരു സ്ത്രീയുമാകാം ഇത്തരത്തിൽ ആക്രമിക്കപ്പെടുന്നത് എന്നവർ മനസ്സിലാക്കി. ക്രൂരമായി ആക്രമിക്കപ്പെട്ട ഒരു സ്ത്രീക്ക് നീതി നിഷേധിക്കുന്നതിനെതിരെയാണ് മഞ്ജു നിലകൊണ്ടത്. തന്റെ നഷ്ടങ്ങൾക്കപ്പുറം ഒരുപാട് പെൺകുട്ടികൾക്ക് വിശ്വാസത്തോടെയും സമാധാനത്തോടെയും കിടന്നുറങ്ങാൻ സാധിക്കണം എന്ന് മാത്രമായിരിക്കണം മഞ്ജുവിന്റെ മനസ്സിലുണ്ടായിരുന്നത്. ഇന്നത്തെ വിധി ദിനം മഞ്ജുവിനെതിരായി ഉണ്ടാകാൻ പോകുന്ന ആക്രമണത്തിന്റെ ആഹ്വാനം കൂടിയായി മാറിയിരിക്കുകയാണ്. കുറ്റവിമുക്തനാക്കപ്പെട്ട ശേഷം പുറത്തു വന്ന ദിലീപ് മഞ്ജുവിന്റെ പേരെടുത്തു പറഞ്ഞാണ് തനിക്കെതിരായ പരാതികളെ കള്ളക്കഥയാക്കി മാറ്റിയത്. താനാണ് ഇരയെന്ന് സമർത്ഥിക്കാൻ തന്റെ അനുയായികൾക്ക് മഞ്ജുവിനെ ഇരയാക്കി ഇട്ടുകൊടുക്കുകയാണ് ദിലീപ് ചെയ്തിരിക്കുന്നത്. വൈകാതെ തന്നെ സോഷ്യൽ മീഡിയയിൽ അതിനുള്ള തെളിവുകൾ വരും. അതുകൊണ്ട് അതിജീവിതയ്ക്കൊപ്പം മാത്രമല്ല, മഞ്ജുവിനൊപ്പം കൂടി നിൽക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം സമൂഹത്തിനുണ്ട്.